ഹായ് ഹലോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ ഒരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാട്ടോ. 2-2.5 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ മട്ടൻ കഴിക്കാത്തൊരു വ്യക്തിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളൊരു പാർട്ടിക്ക് പോയി. അവിടെ മട്ടൻ്റെ വിഭവങ്ങളായിരുന്നു കൂടുതൽ. അപ്പോൾ മട്ടൻ ബിരിയാണിയും മട്ടൻ ചുക്കയും ഞാൻ അവിടുന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ആ കോംബോ ഇഷ്ടപ്പെട്ടു, ബിരിയാണിയും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞാൻ അപ്പം തന്നെ കൈയോടെ റെസിപ്പി അങ്ങ് വാങ്ങിച്ചിട്ടോ. പിന്നത്തെ ആഴ്ച ഞാൻ നമ്മുടെ വീട്ടിലുണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നേ. അപ്പം അങ്ങനെ എന്നെ ഫാനാക്കിയ മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം കുക്കറിൽ മട്ടൻ വേവിച്ചെടുക്കാം. ഞാൻ സാധാരണ കറിക്കൊക്കെ അരിയണേക്കാളും കുറച്ചുകൂടി വലിയ കഷ്ണമായിട്ടാട്ടോ മട്ടൻ മുറിച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ചിക്കൻ ബിരിയാണിയിലും ബീഫ് ബിരിയാണിയിലും സാധാരണ മുളക് പൊടിയും മല്ലിപ്പൊടി ഇടാറില്ല കേട്ടോ. ഈ ചില കേസിൽ ചിക്കൻ ഞാൻ വറുത്തുണ്ടാക്കും, അപ്പോൾ മാത്രം കുറച്ച് മുളക് പൊടി ഇടും. പക്ഷെ മല്ലിപ്പൊടി ഇടത്തേയില്ല. കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യും. പക്ഷെ അല്ലാണ്ട് മല്ലിപ്പൊടി ഇടത്തേയില്ല കേട്ടോ. ഞാൻ മട്ടൻ ബിരിയാണിയിൽ മാത്രമാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ആഡ് ചെയ്യാറുള്ളത്. മറ്റത് നമ്മൾ പച്ചമുളകാണ് അധികം ആഡ് ചെയ്യുന്നത്. ഞാനപ്പോൾ ഓൾറെഡി 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്യാമേ. അതിൻ്റെ പുറകെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മട്ടൺ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കേർഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കാമേ. ഈ തൈര് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ വേവിക്കുമ്പോൾ തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ മട്ടൺ നല്ല സോഫ്റ്റ് ആവുക. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഇനി നമ്മുടെ മെയിൻ താരം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതൊരു 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നല്ലതായിട്ട് മിക്സ് ചെയ്യുമ്പോഴും ഞാൻ ഒരു കാര്യം ആലോചിക്കുന്നത്, നമ്മൾ ഉപ്പിട്ടില്ല, ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി നല്ല കാര്യമായിട്ട് നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് എല്ലായിടത്തും മസാല അങ്ങ് പിടിക്കട്ടെ, നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മളൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടാട്ടോ വേവിക്കാൻ വെക്കണത്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇവിടുത്തെ മട്ടൻ്റെ വേവ് അനുസരിച്ച് 6-7 വിസിൽ, അതിൽ കൂടുതൽ എനിക്ക് മട്ടൻ വേവിക്കേണ്ട വന്നിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് ഉടഞ്ഞു പോകും. നമ്മുടെ നാട്ടിലെ മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ട് ചിലപ്പോൾ 8 വിസിലൊക്കെ വേണ്ടി വരുമായിരിക്കും നാട്ടിലൊക്കെ. എനിക്കൊന്ന് അമ്മയൊക്കെ പറഞ്ഞ് 8 വിസിലൊക്കെ അടിക്കാറുണ്ടെന്ന്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ അവിടെ കിട്ടുന്ന മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ട് എത്രയാണോ വിസിൽ, അത്രയും വിസിൽ അടിച്ച് വേവിച്ചെടുക്കും. മട്ടൻ അവിടെ നിന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് റൈസ് റെഡിയാക്കിയിട്ട് വരാം കേട്ടോ. 200 കപ്പിൻ്റെ അളവിൽ ഞാൻ 4 കപ്പ് റൈസാട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അനുപാതം എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്ന അനുപാതത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 4 കപ്പ് റൈസ് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ. സാധാരണ ഈ അരിയുടെ അളവ് കൂടുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കണം. ഇപ്പോൾ 1 കപ്പാണെങ്കിൽ നമുക്ക് 2 കപ്പ് വെള്ളം എടുക്കാം, 2 കപ്പാണെങ്കിൽ നമുക്ക് 4 കപ്പ് വെള്ളം എടുക്കാം. പക്ഷെ 4 കപ്പൊക്കെ ആകുമ്പോഴത്തേക്കും, 4 കപ്പ് റൈസ് ആകുമ്പോഴത്തേക്കും നമ്മൾ 8 കപ്പ് വെള്ളം എടുക്കണമെങ്കിൽ നമ്മൾ 8 കപ്പ് വെള്ളം എടുക്കരുത്, 7-7.5 കപ്പ് വെള്ളമേ എടുക്കാമുള്ളൂ. കാരണം നമുക്കൊരു 1/4 വേവിൻ്റെ കുറച്ചും കൂടെ മുന്നോട്ട് മതി നമുക്ക് വേവ്, നമുക്ക് വെന്ത് ഉടഞ്ഞു പോകണ്ട. അപ്പോൾ കറക്റ്റ് വേവ് കിട്ടണമെങ്കിൽ നമ്മൾ അരിയുടെ അളവ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ ഈ അനുപാതത്തിൽ കുറച്ച് വ്യത്യാസം 1 കപ്പൊക്കെ കുറയ്ക്കണം. അല്ലെങ്കിൽ നമ്മുടെ അരി പായസം പോലെ വെന്ത് പോകും. അങ്ങനെ വേണ്ട നമുക്ക്. ഞാൻ ഇവിടെ ഉണ്ടല്ലോ റൈസ് വെക്കുന്നത് ഇലക്ട്രിക് കുക്കറിലാട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല. ഗ്യാസ് അടുപ്പിലാണെങ്കിൽ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് താഴൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ഹോൾ സ്പൈസസ്, അതായത് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ തക്കോലം, പെരുംജീരകം, ജീരകം, പിന്നെ ബേ ലീഫ്, ഇതെല്ലാം കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് എണ്ണയിലോട്ട്. പിന്നെ ഇതിലോട്ടേ നമ്മൾ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1 പിടി സവാള, ഒരൊറ്റ പിടി സവാള ഇട്ടാൽ മതി. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ എന്നിട്ടുണ്ടല്ലോ ഇതിലോട്ട് നമ്മൾ അരി ഉണ്ടല്ലോ നല്ലതായിട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം എല്ലാം തോർന്നിട്ടുള്ള അരി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലൈറ്റായിട്ട് ആ അരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഞാൻ ഇതിലോട്ട് 7 കപ്പ് വെള്ളം ആട്ടോ ആഡ് ചെയ്യുന്നത്. 7 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് എപ്പോഴും ഒരു ശകലം, ഈ അരി വേവിക്കുമ്പോൾ ഉപ്പ് എപ്പോഴും ശകലം മുന്നോട്ട് നിൽക്കണേ. കറക്റ്റ് പാകമല്ല, അതിന് ഒരു പിടി മുന്നോട്ട് നിൽക്കണം. ഒരുപാടല്ല, 1 പിടി മുന്നോട്ട് നിൽക്കണം. എന്നിട്ട് നമ്മളിതിൽ കുറച്ച് നാരങ്ങ നീര്, ഞാൻ 1 നാരങ്ങയുടെ നീര് ഒഴിക്കണ്ടേ. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക.
പാത്രം അടയ്ക്കാൻ വരട്ടെ. നമ്മളൊരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയിലയും കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഒന്ന് കട്ട് ചെയ്ത് ഇതിലിട്ട് ചേർത്തിട്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നിങ്ങൾ ഗ്യാസ് അടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്ന് വെച്ച് എപ്പോഴും പോയി ഇളക്കരുത്. ഇളക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അടി എന്താ പറയുക, ആ അരി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുമേ, അപ്പം നീളത്തി കിടക്കത്തില്ല. അപ്പോൾ എപ്പോഴേലും അടി പിടിക്കാറായി എന്ന് തോന്നുമ്പോഴോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടാവേ. ഇനി നമുക്ക് കാഷ്നട്ടും കിസ്മിസും സവാളയൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതിൽ കിസ്മിസ് ഇല്ല, അതുകൊണ്ട് ഞാൻ സവാളയും കാഷ്നട്ടും മാത്രമാണ് വറുത്തെടുക്കുന്നുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാമേ. ഈ സവാള വറുക്കുമ്പോൾ വേണമെങ്കിൽ ഒരു ശകലം പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കരുമുറാന്നും കിടക്കിട്ടും നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മൾ ഈ സവാള വറക്കാൻ ഉപയോഗിച്ച അതേ എണ്ണ തന്നെ ആട്ടോ നമ്മൾ മട്ടൻ മസാല ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് 3 മീഡിയം സൈസ് സവാള അരിഞ്ഞത്, പിന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞത്, 6 പച്ചമുളക് അരിഞ്ഞത്, എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ലതായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കണേ. അതായത് ഈ തക്കാളിയും സവാളയും നല്ലതായിട്ട് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് ഇളക്കുക. ബ്രൗൺ കളർ ആവണ്ട, നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മാത്രം മതിയേ. സവാളയൊക്കെ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലിട്ടുണ്ടല്ലോ 3 ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇനിയുണ്ടല്ലോ ഒരു പിടി മല്ലിയില അരിഞ്ഞതും ഒരു പിടി പുതിനയില അരിഞ്ഞും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഉണ്ടല്ലോ, ആ മട്ടനും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയിട്ട് ഒരു ഫുൾ നാരങ്ങയുടെ നീരും കൂടി ഇതിലോട്ട് ഒഴിക്കണേ. ഇതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഉണ്ടാക്കിയ മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്ത് ആവശ്യം വന്നു, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കുറവ് മതിയായിരിക്കും. അതിനനുസരിച്ചിട്ട് ഗരം മസാല ഈ സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ഉപ്പും കൂടി നോക്കിയിട്ട് ഉപ്പും അതുപോലെ തന്നെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ മസാലയിലുള്ള ചാറുണ്ടായിരുന്നല്ലോ, അത് മൊത്തം നമ്മൾ വറ്റിച്ചിട്ട് ഡ്രൈ ആക്കത്തില്ല കേട്ടോ. നമുക്ക് കുറച്ചൊരു 1/4 കപ്പിൻ്റെ അടുത്തുള്ള ഓളം ആ ചാറ് നമുക്ക് ആവശ്യമുണ്ട്. കാരണം ദം ചെയ്യുമ്പോൾ അടിയിലും പിടിക്കാൻ പാടില്ല, പിന്നെ നമ്മുടെ റൈസിലോട്ട് ഫ്ലേവേഴ്സ് എല്ലാം കയറി പിടിക്കുകയും ചെയ്യണം. ഒരു 1/4 കപ്പിൻ്റെ അടുത്തോളം ആ ചാറ് അവിടെ നിർത്തിയിട്ട് നമ്മൾ ഓഫ് ചെയ്യണേ. ഇനി നിങ്ങളുടെ കയ്യിൽ ഒട്ടും വെള്ളം ഇല്ല എങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 3-4 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നത് സെറ്റാക്കി എടുക്കണേ. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റൈസൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തിട്ട് കുങ്കുമപ്പൂ ഇട്ട് അതിൽ കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് വെക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണലാണ്, അത് ചെയ്യണമെന്നില്ല. ഞാനിങ്ങനെ പാർട്ടിയൊക്കെ നടക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാറുള്ളൂ. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എൻ്റെ ഗസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ ഈ സ്റ്റെപ്പ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പം നമുക്ക് ദം ചെയ്യാൻ തുടങ്ങാം കേട്ടോ. ഞാൻ എപ്പോഴും മസാല താഴെ ആട്ടോ വെക്കാറുള്ളത്. അതിൻ്റെ പുറത്താണ് ഓരോരോ ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഞാൻ ആദ്യം എടുത്തു വെച്ച ചൂടുവെള്ളത്തിൽ കുങ്കുമപ്പൂവും പൈനാപ്പിൾ എസൻസും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കിസ്മിസും വറുത്ത് വെച്ച കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, സവാള എല്ലാം വിതറി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നെയ്യ് കുറവാണെങ്കിൽ ഈ റൈസിൽ വേണമെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ സ്പൂൺ നെയ്യ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ആവശ്യത്തിന് നെയ്യ് ഉണ്ട്, എനിക്ക് ഒരുപാട് നെയ്യ് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ അധികം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് അടുത്ത ലെയർ റൈസ് ഇടുക. എന്നിട്ട് ഈ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. റൈസ് തീർന്നു വരെ ഓരോ കട്ടിയായിട്ട് റൈസ് ഇട്ട് കൊടുത്തിട്ട് ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് നല്ലതായിട്ട് കവർ ചെയ്തിട്ട് ഒരു പാത്രം വെച്ച് അടയ്ക്കുക. നിങ്ങളുടെ വീട്ടിൽ അലൂമിനിയം ഫോയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ മൈദമാവ് ഉണ്ടെങ്കിൽ മൈദാമാവ് ഒന്ന് ശകലം ചപ്പാത്തിയുടെ രീതിയിൽ കുഴച്ചെടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് പാത്രം വെച്ച് അടച്ചാലും മതി. അലൂമിനിയം ഫോയിലാണ് ഏറ്റവും എളുപ്പമുള്ള വഴി.
ഞാൻ ഒരു ദോശക്കല്ല് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ദം ചെയ്യാനുള്ള പാത്രം അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് ദം ചെയ്തെടുക്കണേ. അപ്പോൾ ഇതിൻ്റെ പുറത്തൊരു വെയിറ്റ് വെക്കണേ. അപ്പം ഞാനൊരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതാണ് അതിൻ്റെ പുറത്ത് വെയിറ്റ് ആയിട്ട് വെച്ചേക്കണേ. ഇനി സ്ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് ദം ചെയ്തെടുക്കണേ. നമ്മുടെ മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് കുറച്ച് സെർവിങ് പ്ലേറ്റിലോട്ട് എടുക്കാം കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ഇതിലോട്ട് കുറച്ച് സാലഡ്, കുറച്ച് മട്ടൻ ചുക്ക. ഈ മട്ടൻ ചുക്ക ശരിക്കും പറഞ്ഞ ഒരു ആർഭാടാന്ന് പറയാം കേട്ടോ. എനിക്ക് എന്താ പറയുക, മട്ടൻ ബിരിയാണിയും മട്ടൻ ചുക്കയും കൂടിയുള്ള ഒരു കോംബോ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്രമാട്ടോ ഞാൻ മട്ടൻ ചുക്ക ഉണ്ടാക്കിയത്. എൻ്റെ കെട്ടിയവൻ എന്നോട് പറയും ബിരിയാണിയെ ഭയങ്കര ഹെവിയാണ്, അതിൻ്റെ കൂടെ തന്നെ എന്തിനാ മട്ടൻ ചുക്ക ഉണ്ടാക്കണേ, ബിരിയാണി തന്നെ കഴിക്കാൻ തന്നെ നല്ലതാണല്ലോ എന്ന്. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഈ ഇതിൻ്റെ കോംബോ ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ട് മാത്രം ഞാൻ ഈ മട്ടൻ ചുക്ക ഉണ്ടാക്കിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പോകുന്ന വഴിക്കുണ്ടല്ലോ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് പോണേ.